ആശയങ്ങളും സ്വപ്നങ്ങളും സമൂഹത്തോട് പങ്കുവെക്കാൻ ഉള്ള ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായാണ് വി ദ പീപ്പിൾ നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തുന്നത്. ഞങ്ങളുടെ ചെറിയ ശ്രമങ്ങൾ സാമൂഹ്യ ചലനത്തിൻ്റെ ഭാഗമായി തീരണം എന്ന സതുദ്ദേശം ഈ പ്രവർത്തനത്തിനിടയിലുണ്ട്. രാഷ്ട്രീയവും സാമൂഹികവുമായ അഭിപ്രായ പ്രകടനങ്ങളുടെ സമാഹാരമായി ഇത് മാറണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. എൻ്റെ കൂടെയുള്ളത് അഭിരാമി സൈക്കോളജിസ്റ്റാണ്, ഒപ്പം ഒരു കോളമിസ്റ്റ് കൂടിയാണ്, നല്ല വാഗ്മിയുമാണ്. അപ്പം അഭിരാമി, നമ്മുടെ ഈ ഒരു പുതിയ കാലഘട്ടത്തിൽ ഇപ്പൊ നമ്മൾ ഇത് ആരംഭിക്കുന്ന ഒരു ഘട്ടത്തിന്റെ പ്രത്യേകത ഒരു തെരഞ്ഞെടുപ്പ് ചൂടിലാണ്. അന്തരീക്ഷത്തിന്റെ ചൂട് പോലെ തന്നെ ഏറ്റവും പ്രധാനമായ ഒരു തെരഞ്ഞെടുപ്പ് ചൂടിലാണ്. ഞാനും അഭിരാമിയെ കൂടി സംസാരിക്കുമ്പോൾ നമ്മള് സമകാലീന വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ സമകാലീനരല്ല. ഞാനിപ്പോ നിങ്ങളോട് സംസാരിക്കുന്ന ഈ രാഷ്ട്രീയ ചിന്തകളൊക്കെ ഞങ്ങൾ ആർജിച്ചെടുത്തത് 80കളിലെ ഒരു രാഷ്ട്രീയ ബോധത്തിൽ നിന്നാണ്. നിങ്ങളുടെ ഒരു കാലത്തെ പറ്റി പറയുമ്പോൾ ഞാൻ ഈ കാലത്തെ രണ്ടാക്കി കാണുകയാണെങ്കിൽ, ഒന്ന് നവ ഉദാരവൽക്കരണത്തിന് മുമ്പും ശേഷവും എന്ന രീതിയിൽ എടുക്കുകയാണെങ്കിൽ, ഞങ്ങൾക്ക് ആ നവ ഉദാരവൽക്കരണ കാലഘട്ടത്തിന്റെ തുടക്കം, അതിന്റെ മുമ്പേ ഉള്ള രാഷ്ട്രീയ ബോധത്തിൽ നിന്നുകൊണ്ടാണ് ആധുനിക കാലത്തെ അഭിപ്രായം പറയുന്നത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പൊതുവെ നവ ഉദാരവൽക്കരണ കാലഘട്ടത്തിന് ശേഷം അല്ലെങ്കിൽ ആഗോളവൽക്കരണത്തിന്റെ കാലഘട്ടത്തിന് ശേഷം രൂപപ്പെട്ട ആശയ അഭിപ്രായങ്ങളായിരിക്കും പങ്കുവെക്കുന്നത്. അങ്ങനെ തന്നെയല്ലേ? ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെയല്ലേ? കുറെയൊക്കെ. പക്ഷെ അതിലിപ്പോ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ഈ വലിയ വലിയ സാധനങ്ങൾ പറയുന്നത് പുതിയൊരു കാലഘട്ടത്തിന് അത്രത്തോളം ഡൈജസ്റ്റ് ആവാറില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതായത് ഇപ്പൊ നമ്മള് ലിബറലിസം എന്നൊക്കെ പറയുന്ന സാധനം ഇപ്പം ഒരു പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആളെന്നെ പോയിട്ട് കേൾക്കുമ്പോൾ എത്രത്തോളം അത് കേട്ടിരിക്കും എന്നറിയില്ല. അങ്ങനെ ഒരു ചെറിയ പ്രശ്നം അതിന് മുകളിലുണ്ട്. പക്ഷെ നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ പൊളിറ്റിക്സ് എല്ലാ കാലവും മനുഷ്യന്റെ പ്രശ്നങ്ങളോടൊപ്പം, അല്ലെങ്കിൽ ഏതൊരു മനുഷ്യൻ ഇപ്പം മാർജിനലൈസ് ചെയ്യപ്പെട്ട ആളുകളെ മുൻനിരയിലേക്ക് കൊണ്ടുവരാനും, അല്ലെങ്കിൽ ഒരു മനുഷ്യന് വേണ്ട അവകാശങ്ങൾ നേടിക്കൊടുക്കാനും നമ്മൾ നടത്തുന്ന ഒരു വിപ്ലവം ഉണ്ടായിരുന്നല്ലോ. അത് തന്നെയാണ് ഈ കാലഘട്ടത്തിൽ നമ്മളും ആഗ്രഹിക്കുന്നത് എന്നാണ് തോന്നുന്നത്. ബേസിക്കലി അതിന്റെ ഒരു പോയിന്റ് സെയിം തന്നെയായിരിക്കും. രാഷ്ട്രീയ ബോധത്തോടു കൂടി തന്നെയാണ് പുതിയ തലമുറ. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട ചൊല്ലുണ്ടല്ലോ, രാഷ്ട്രീയത്തിൽ നിങ്ങൾ ഇടപെട്ടിട്ടില്ലെങ്കിൽ രാഷ്ട്രീയം നിങ്ങളിൽ ഇടപെടും. അതുകൊണ്ട് പലരും ഈ യൂത്തിനെ പിന്നെ രാഷ്ട്രീയമില്ല, അല്ലെങ്കിൽ എന്താ പറയാ, ഉത്തരവാദിത്വ ബോധമില്ല എന്നൊക്കെ പറയുന്ന സാമൂഹ്യ വിമർശനങ്ങൾക്ക് എപ്പോഴും വിധേയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് മറ്റൊരു അഭിപ്രായമാണ് ഉള്ളത്. അവർക്ക് അവരുടേതായ കാഴ്ചപ്പാടിന്റെ വിഷയമാണ് ഞാൻ പറയുന്നത്. എന്തുകൊണ്ട് നമ്മളിത് വിലയിരുത്തുന്നത് 80കളിലെ ആവേശകരമായ രാഷ്ട്രീയ മുഖത്ത് നിന്നുകൊണ്ടാണ്. പക്ഷെ അവൻ കണ്ട ഒരു ലോകം എന്ന് പറയുന്നത് അതിനുശേഷമുള്ള ഈ ഒരു ലോകത്താണ്. പിന്നെ ചരിത്രബോധം എന്ന് പറയുന്നതിൽ നിന്ന് വളരെ നിഷേധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തിരിക്കുന്ന യുവത എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ ആകുമ്പോഴും അവൻ അവന്റേതായ രാഷ്ട്രീയ അഭിപ്രായ പ്രകടനങ്ങൾ നടത്താറുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലേ? അതങ്ങനെ തന്നെയാണ്. പിന്നെ നമ്മൾ പറയുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ അപ്പുറത്തേക്ക് നിന്നുകൊണ്ടുള്ളൊരു പൊളിറ്റിക്സ് ചർച്ച ചെയ്യുന്ന ഒരു വിഭാഗമാണെന്ന് തോന്നുന്നുണ്ട്. അതായത് ഇപ്പം നമ്മൾ നിങ്ങളുടെ ഒരു കാലഘട്ടത്തിന്റെ ഇപ്പം പറഞ്ഞല്ലോ, ഒരു ഡിഫറൻസിയേഷൻ പറയുകയാണെങ്കിൽ, ഇപ്പം എത്രത്തോളം ഈ LGBTQIA+ അല്ലെങ്കിൽ ക്യൂർ കമ്മ്യൂണിറ്റീനെ അംഗീകരിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ട്. പക്ഷെ അതിന്റെ ഒരു പൊളിറ്റിക്സ് ഞങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ട്. അത് വളരെ ഓപ്പൺ ആയിട്ട് തന്നെ അവർ അംഗീകരിക്കാനും അവരോടൊപ്പം നിൽക്കാനും അവരുടെ പ്രയാസങ്ങൾക്കും അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങൾക്കും വേണ്ടിയിട്ട് നിൽക്കാനും നമുക്ക് പറ്റും. അതെ, കുറച്ചും കൂടി ആ ഒരു ഘട്ടത്തിലേക്ക് കടന്നിട്ടുണ്ട്. നമ്മുടെ സാമൂഹ്യ വളർച്ചയെ അഭിസംബോധന ചെയ്യുന്ന യൂത്ത് തന്നെയാണ് ഇപ്പോഴും ഉള്ളത് എന്ന് നമുക്ക് ധൈര്യപൂർവ്വം പറയാം. തീർച്ചയായിട്ടും അല്ലെ? മഹാഭൂരിപക്ഷം. അപ്പം അത് വേറൊരു കാര്യമുണ്ട്. ഇപ്പൊ നമ്മളൊക്കെ പൊളിറ്റിക്സ് പറയുന്ന കാലത്ത് വളരെ ആവേശകരമായ ഒരു കാലഘട്ടമാണ്. കാരണം ഞങ്ങൾക്ക് മുമ്പിൽ നിറഞ്ഞു നിൽക്കുന്ന സോവിയറ്റ് റഷ്യ ഉണ്ട്,
വിപ്ലവ ചൈനയുണ്ട്, ക്യൂബ ഉണ്ട്, വിയറ്റ്നാം ഉണ്ട്. ഞങ്ങൾ അന്നൊക്കെ ഭൂഗോളം ഇങ്ങനെ സ്പീഡ് തിരിച്ചാൽ ഭൂഗോളം മൊത്തമായി ചോപ്പായിരിക്കും ഉണ്ടാവുക. എന്തുകൊണ്ടായിരിക്കും? അതിലെ അടയാളപ്പെടുത്തപ്പെട്ട ചോപ്പിൽ അടയാളപ്പെടുത്ത കുറെ സോഷ്യലിസ്റ്റ് രാജ്യങ്ങൾ അത്രയും ഉണ്ടായിരുന്നു. കാരണം അത് പിന്നെ ആ ഒരു ഘട്ടത്തിലാണ് നമ്മൾ അപ്പൊ പ്രതീക്ഷ ഇന്ത്യയിലും വിപ്ലവത്തിന്റെ പ്രതീക്ഷകളുടെ നിൽക്കുന്ന, അപ്പൊ ഒരു രാഷ്ട്രീയ പ്രതീക്ഷയുടെ ഒരു സുവർണ കാലത്താണ് ഞങ്ങളുടെയൊക്കെ രാഷ്ട്രീയ ജീവിതം. ഇപ്പൊ എനിക്ക് തോന്നുന്നത് രാഷ്ട്രീയവും യുവതയും അവരുടെ സ്വപ്നങ്ങളും എല്ലാം ലയിച്ചു ചേർന്ന് അവരുടെ ജീവിതം തന്നെ ഒരു രാഷ്ട്രീയ പ്രക്രിയയായിട്ട് മാറുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ നേരത്തെ പറഞ്ഞ പ്രശ്നങ്ങൾ, ഇപ്പോൾ ജെൻഡർ ഇക്വാലിറ്റി ആവട്ടെ, LGBT ഇഷ്യൂസ് ആവട്ടെ, പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ആവട്ടെ, ഇതിലൊക്കെ വളരെ അവെയറാണ് അല്ലെ. സത്യത്തെ രാഷ്ട്രീയ ജീവി തന്നെയാണ് യുവജനം എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഇപ്പോ ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് സംസാരിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്, ഇലക്ഷൻ വളരെ പ്രാധാന്യത്തോടു കൂടി കാണുന്ന ഒരു കാര്യം. തെരഞ്ഞെടുപ്പ് നമ്മള് വോട്ടവകാശം വിനിയോഗിക്കുക എന്ന് പറയുന്ന ഒരു പ്രക്രിയക്ക് മുമ്പ് ഒരു ദിവസം തോന്നേണ്ട ഒന്നല്ല. അതായത് ഇപ്പോ ഈ തെരഞ്ഞെടുപ്പ് വന്നു, അപ്പൊ ഈ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് തോന്നേണ്ടുന്ന ഒരു ചിന്തയല്ല ഞാൻ ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ളത്. പലപ്പോഴും ആളുകൾ വ്യക്തി വരട്ടെ, വ്യക്തിനെ ആലോചിക്കട്ടെ എന്നൊക്കെ പറയാം. ഒരു വ്യക്തി എന്നുള്ളതല്ല ശരിക്കും നമ്മുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത്. അത് വലതാവട്ടെ, ഇടതാവട്ടെ, വലത് തീവ്രമാവട്ടെ, ഏതോ ആവട്ടെ, ആ ആശയങ്ങൾ തമ്മിലുള്ള ഒരു സംവാദം നടക്കേണ്ടത്. അതിനൊരു പോസിറ്റീവായി അത് ജനങ്ങൾ ചർച്ച ചെയ്യേണ്ടത്. ആ ജനങ്ങൾ ചർച്ച ചെയ്തിട്ട് അതിൻ്റെ അകത്തുനിന്ന് രൂപപ്പെടുന്ന ഒരു ആശയ മേൽക്കോയ്മയെ അംഗീകരിച്ചു പോകുന്ന ഒരു പ്രക്രിയയായി തെരഞ്ഞെടുപ്പ് മാറണം എന്ന അഭിപ്രായമാണ് എനിക്ക് പൊതുവെ ഉള്ളത്. അങ്ങനെ ഒരു അവസ്ഥ നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് ആശയ പ്രചാരണ ഘട്ടത്തിൽ നടപ്പിലാക്കാൻ പറ്റുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഇല്ല. കാരണം പൊതുവെ നമ്മൾ എന്തെങ്കിലും അത്തരത്തിലുള്ള വിഷയങ്ങളിലേക്ക് എത്തുമ്പം ഇത് നമ്മൾ പറഞ്ഞു തുടങ്ങുന്നത് അങ്ങനെയാണെങ്കിലും ഇത് അവസാനിക്കുന്നത് ഏതെങ്കിലും ഒരു പാർട്ടീൻ്റെ ബേസിൽ ആകാനുള്ള സാധ്യത ഉണ്ട്. പക്ഷെ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഓരോ പാർട്ടിയും പ്രതിദാനം ചെയ്യുന്ന ഒരു ആശയം ഉണ്ടല്ലോ, അതിന്റെ മുകളിൽ നമ്മൾ സംസാരിക്കുന്നത് തെറ്റില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അത് സംസാരിക്കുന്നില്ല, ഞാൻ പറഞ്ഞു വന്നത് ആ ആശയ സംവാദം നടക്കുന്നില്ല എന്നുള്ളതാണ്. എന്നിട്ട് കാലികമായി വരുന്ന ചില പ്രശ്നം, കാലികമായി എന്തെങ്കിലും ഒരാളുടെ നാക്കുപിഴവ് അല്ലെങ്കിൽ അവരുടെ നടത്തത്തെ കുറിച്ച് അല്ലെങ്കിൽ അവരുടെ മുഖഭാവത്തെ കുറിച്ച്, ഇതൊക്കെയാണ് ചർച്ച ചെയ്യുന്നത്. ഇതാണോ ചർച്ച ചെയ്യേണ്ടത്? ഇതാണ് ഉയർത്തിയ വിഷയം. അതായത് ആശയപരമായ സംഘടനകളുടെ വേദിയായാണ് തെരഞ്ഞെടുപ്പ് മാറുന്നത്. മറിച്ച് ഒരു വ്യക്തി, അയാളുടെ വ്യക്തി ജീവിതത്തിൽ അയാളുടെ സ്വഭാവം, അയാളുടെ രൂപം, ഭാവം, പിന്നെ പെരുമാറ്റം, ഇതൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അത് ചർച്ച ചെയ്യണ്ട എന്നല്ല, മുഖ്യധാരയിൽ വരേണ്ടത് എന്താണ്? ഈ ആശയമാണ് എന്നുള്ളതാണ് ഞാൻ ഡിബേറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഒരു രണ്ട് കാര്യങ്ങൾ പറയാനുള്ളത്. ഒരു സൈക്കോളജിസ്റ്റ് എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ നമ്മൾ ആശയം ചർച്ച ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇവർ വിലയിരുത്തപ്പെടും എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. കാരണം ആളുകൾക്ക് സ്വതവേ നമ്മളിപ്പോൾ ഒരാളെ നമ്മൾ ചിലപ്പോൾ അത് ജഡ്ജ്മെന്റിലായിരിക്കാം നമ്മളാ ചെയ്യുന്നത്. നമ്മളൊരാളെ കാണുമ്പോൾ അയാളുടെ രൂപം, അയാൾ നമ്മളോട് ആദ്യം പെരുമാറുന്ന രീതി, അല്ലെങ്കിൽ നമ്മളോട് എങ്ങനെ സംസാരിക്കുന്നു, കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, ഇത് വെച്ച് നമ്മൾ അയാളെ ജഡ്ജ് ചെയ്യും. രണ്ടാമത് നമ്മളെ കാണുമ്പോൾ നമ്മൾ അയാളോട് മിണ്ടണോ മിണ്ടണ്ടയോ എന്നുള്ളത് ഈ ഒരു ഇംപ്രഷൻ ആയിരിക്കും തീരുമാനിക്കുന്നുണ്ടാവുക. ചിലപ്പോൾ രണ്ടാമത് തവണ മിണ്ടുന്ന സമയത്ത് അയാൾ നമ്മളോട് വളരെ നല്ല രീതിയിൽ ബിഹേവ് ചെയ്താൽ ഇറ്റ്സ് ഓക്കെ, പിന്നെ നമുക്ക് അയാളോട് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ കൂടുതലായിട്ടും രാഷ്ട്രീയത്തിൽ ഇത് എനിക്ക് തോന്നുന്നു കുറച്ച് കാലങ്ങളായിട്ടേ ഉള്ളൂ ഇതിന് ഇത്രത്തോളം പ്രാധാന്യം കിട്ടാൻ തുടങ്ങിയിട്ടെന്ന് തോന്നുന്നു. സോഷ്യൽ മീഡിയ ആയിരിക്കാം. ഈ ഒരു വ്യക്തിയുടെ സ്വഭാവം, രൂപം, അയാളുടെ ചില ഈ പറഞ്ഞ പോലത്തെ വാക്കുകൾ, ഇതൊക്കെ വളരെ കുറച്ച് കാലങ്ങളായിട്ടേ ഉള്ളൂ. ഇതിനു മുമ്പ് അത്രത്തോളം അങ്ങോട്ട് എത്തിയിട്ടില്ല എന്ന് തോന്നുന്നു. പിന്നെ ആശയപ്രചരണം എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നുന്നു നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു ആ രീതിയിൽ തന്നെ. ഇപ്പോ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മളിങ്ങനെ ഇരുന്ന് സംസാരിക്കുമ്പോൾ കേരളത്തിന്റെ ഒരു സാമൂഹ്യ മനസ്സ് എങ്ങനെയായിരിക്കും എന്നാണ് അഭിരാമിയുടെ ഒരു അഭിപ്രായം. അഭിരാമിയുടെ അഭിപ്രായം ഞാൻ പ്രതീക്ഷിക്കുന്നത് രണ്ട് രീതിയിലാണ്. ഒന്ന്, ഒരു സൈക്കോളജിസ്റ്റ് എന്നുള്ള നിലയിൽ, രണ്ട്
രണ്ട് ഒരു യുവ പ്രതിനിധി എന്നുള്ള നിലയിൽ അപ്പൊ എങ്ങനെയായിരിക്കും കേരളത്തിന്റെ ഒരു സാമൂഹ്യ മനസ്സ് ഇപ്പോൾ എന്താണ്? നമ്മളെല്ലാരും ആഗ്രഹിക്കുന്ന വികസനമാണ്. എല്ലാവരും ആഗ്രഹിക്കുന്ന നമ്മൾ ജീവിക്കുന്ന ഒരു ലൈഫിന്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ആകാം. ഇത് തന്നെയാണ്. അത് ചിലപ്പം ഹോസ്പിറ്റൽ ഉണ്ടാകാം, ആരോഗ്യം ഉണ്ടാകാം, വിദ്യാഭ്യാസം ഉണ്ടാകാം, മറ്റെല്ലാ ഇൻഫ്രാസ്ട്രക്ചർ സാധനങ്ങളെല്ലാം ഉണ്ടാകും. അപ്പം നമ്മളെല്ലാവരും ബേസിക്കലി ആഗ്രഹിക്കുന്നത് ഇതെല്ലാം ഇമ്പ്രൂവ് ആവുക എന്നുള്ളതാണ്. കഴിഞ്ഞ ഒരു 10 വർഷത്തോളം നമ്മുടെ കേരളത്തിന്റെ ഒരു വികസനം എടുക്കുകയാണെങ്കിൽ ഇത് വലിയ രീതിയിൽ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഇവൺ വിദ്യാഭ്യാസം നമ്മൾ നോക്കുകയാണെങ്കിൽ ലോക നിലവാരത്തിലേക്ക് എത്തി. ഹോസ്പിറ്റലുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇടിഞ്ഞു ഒളിഞ്ഞു കിടക്കാറായ ഹോസ്പിറ്റലുകളെല്ലാം ലോക നിലവാരത്തിലേക്ക് എത്തി. പൂട്ടിപ്പോകാനായ സ്കൂളുകൾ, ഗവൺമെന്റ് സ്കൂളുകളെല്ലാം ലോക നിലവാരത്തിലേക്ക് എത്തി. നമ്മൾ നോക്കുന്ന സമയത്ത് സ്റ്റാർട്ടപ്പ് മിഷൻ അതൊരു യുവജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവർക്കൊരു സ്ട്രോങ് ആയിട്ട് കിട്ടുന്ന ഒരു സംഭവമാണ്. അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ കേരളത്തിൻ്റെ ഒരു വികസനം എടുക്കുകയാണെങ്കിൽ അത് ഈ 10 വർഷത്തിനുള്ളിൽ വളരെയധികം ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അപ്പോൾ ഒരു യുവത എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ ഇത് ഇനിയും മുമ്പോട്ട് പോകണം എന്നുള്ളത് തന്നെയായിരിക്കുമല്ലോ നമ്മൾ ആഗ്രഹിക്കുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇതൊരു പിറകോട്ട് പോകണം എന്നുള്ളൊരു സാധനം നമ്മൾ ആഗ്രഹിക്കില്ല. ഇതില് കൂട്ടിച്ചേർക്കാൻ എനിക്ക് തോന്നുന്നത് നേരത്തെ ഇടതുപക്ഷത്തിനെതിരെയുള്ള ആക്ഷേപം വൻകിട വികസന പദ്ധതികളിൽ കോൺസെൻട്രേറ്റ് ചെയ്യില്ല എന്നുള്ളതാണ്. പക്ഷെ അതിന് വലിയ ഒരു ചലനമുണ്ടാക്കിയ ഒന്നാണ് നമ്മുടെ വിഴിഞ്ഞം തുറമുഖം എന്ന് പറയുന്നത് പലർക്കും അതിന്റെ ഒരു പ്രാധാന്യത്തെ കുറിച്ച് അത്ര, അതായത് വിഴിഞ്ഞം തുറമുഖം ഇപ്പോഴും ആളുകൾ വിശ്വസിക്കുന്നത് അതിന്റെ മെയിൻ ആള് അദാനിയാണെന്ന്. അല്ല, അത് കേരളത്തിന്റെ ഉടമസ്ഥതയിലുള്ളത്. ഞാൻ മനസ്സിലാക്കുന്ന അദാനിക്ക് അതിനകത്ത് 28% മറ്റുള്ളൂ പങ്കാളിത്തമുള്ളൂ. പക്ഷെ ഓപ്പറേഷണൽ ചുമതല 40 വർഷത്തേക്ക് കൊടുത്തിട്ടുണ്ടെന്നാണ്. ലോകത്തെ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു തുറമുഖമായി വിഴിഞ്ഞം മാറുകയാണ്. അതൊരു ഇടതുപക്ഷ ഗവൺമെന്റിന്റെ കാലത്താണ് അത് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു അടിസ്ഥാനപരമായ വികസനത്തിന് നേരത്തെ നിന്നുപോയതാണ് ദേശീയപാത വികസനം. അത് കേരളത്തിൽ നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കിയതാണ്. എനിക്ക് തോന്നുന്നു കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന BJPയുടെ നേതാവ് പറഞ്ഞൊരു വാക്ക് ഇങ്ങനെ ഓർമ്മ വരുന്നുണ്ട്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയാവുന്ന സമയത്ത് ഏറ്റവും നേരിടാൻ പോകുന്ന വെല്ലുവിളി ഇത്തരം കാര്യങ്ങൾ നടപ്പിലാക്കുക എന്നുള്ളതാണ്. അത് നടപ്പിലാക്കിയാൽ അത് മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ പിണറായി വിജയൻ എന്ന് പറയുന്ന ആള് എന്തായാലും ഒരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്, വേറെ ഒന്നും പറയാനില്ല, അത്രയും അംഗീകരിക്കപ്പെടേണ്ട ആണ് അയാളുടെ നിശ്ചയദാർഢ്യത്തെ അപ്പോൾ അംഗീകരിക്കപ്പെടും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്രമേൽ ഇത് നടക്കില്ല എന്നതിന്റെ ഒരു കാരണമാണ് ആ ഒരു ഘട്ടത്തിലുണ്ടായിരുന്നത്. അത് മാറി ദേശീയപാത വികസനം എന്ന് പറയുന്നത് യാഥാർത്ഥ്യമായത് പലപ്പോഴൊക്കെ നമുക്ക് ഇങ്ങനെ ഭയങ്കര അത്ഭുതം തോന്നിയിട്ടുണ്ട്. പിന്നെ നമുക്ക് കോഴിക്കോട് മലപ്പുറം ഭാഗത്തേക്കുള്ള യാത്ര തുറന്നല്ലോ. അപ്പൊ നൈറ്റ് യാത്രയ്ക്ക് എന്ത് രസമാണ്. സൗകര്യത്തെക്കാൾ കൂടുതൽ വളരെ ഭംഗിയുള്ള റോഡുകൾ വന്നു. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി നമുക്ക് എളുപ്പത്തിൽ എത്താൻ പറ്റുന്ന അങ്ങനത്തെ. പിന്നെ വേറെ കുറെ കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കെ ഫോൺ, കെ സ്മാർട്ട്, കെ സ്വിഫ്റ്റ്, ഇതൊന്നും സത്യത്തില് ആരും വേണ്ടത്ര ശ്രദ്ധിച്ചിട്ടില്ല. ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് കഴിഞ്ഞ ദിവസവും ഞാൻ ഇങ്ങനെ സംസാരിച്ചപ്പോൾ എന്നോട് ഇപ്പോഴും വ്യവസായം തുടങ്ങാനൊക്കെ ഇവിടെ നിക്ഷേപ സൗഹൃദമല്ല എങ്ങനെ ഒരു വർത്തമാനം പറയുമ്പോൾ ഞാനിവിടെ പറഞ്ഞു, നിങ്ങൾ കെ സ്വിഫ്റ്റ് എന്ന് പറയാൻ കേട്ടു. ഞാനതങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. എന്താ കെ സ്വിഫ്റ്റിന്റെ പ്രത്യേകത അറിയോ? നിങ്ങൾക്കൊരു സംരംഭം ആരംഭിക്കണം അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രി ആരംഭിക്കണം എന്ന് തീരുമാനിച്ചാൽ നിങ്ങൾ എന്ത് കെ സ്വിഫ്റ്റ് രജിസ്റ്റർ ചെയ്യും. രജിസ്റ്റർ ചെയ്ത കെ സ്വിഫ്റ്റ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആരംഭിക്കാൻ ഉദ്ദേശിച്ച സാധനം തുറന്ന് പ്രവർത്തിക്കാൻ വേണ്ടി കഴിയും. 3 വർഷക്കാലത്തേക്ക് അതിന് മറ്റൊരു ലൈസൻസിന്റെ ആവശ്യമില്ല. ഇത് തന്നെയാണ് കെ സ്വിഫ്റ്റ് കൊടുക്കുന്നത് തന്നെയാണ് അതിന്റെ ലൈസൻസ്. അതുപോലെ തന്നെ കെ സ്മാർട്ട്, നമ്മൾ കെ സ്മാർട്ട് വഴി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് കെ സ്മാർട്ടിലൂടെ ഇപ്പോ വിവാഹ രജിസ്ട്രേഷൻ വരെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് കൂടെ ടാക്സ് കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ ഇപ്പൊ പ്ലാനിന്റെ കാര്യം ആളുകൾ വളരെ വിമർശനമൊക്കെ നടത്തും. പക്ഷെ പ്ലാൻ ഇപ്പൊ ഒരു എനിക്ക് തോന്നുന്നത് അതിന്റെ സ്ക്വയർ ഫീറ്റിന്റെ 1500 സ്ക്വയർ ഫീറ്റ് താഴെ അങ്ങനെ എന്തോ ആണ്. എനിക്ക് കൃത്യമായിട്ട് അത് അറിയില്ല. വീടിന്റെ പ്ലാൻ പാസ്സാക്കാൻ പഞ്ചായത്ത് പോകേണ്ട കാര്യമില്ല. അത് ആരും ചെയ്താൽ മതി. നമ്മളെ സാധാരണ പ്ലാൻ പഠിക്കുന്ന ആളുകൾ അവർ
കെ സ്മാർട്ട് വഴി ചെയ്താൽ മതി. അതേപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനം എനിക്ക് തോന്നി K4 വീട്ടിലുണ്ട്. നമ്മളായിരിക്കാൻ ചെയ്തറിയില്ല. ഞാൻ പോലും ഉപയോഗിക്കുന്നത് K4 അല്ല വീട്ടില്. അപ്പൊ ഞാൻ എന്റെ തൊട്ടടുത്ത് ഒരു വീട്ടുകാരൻ താമസിക്കാൻ വന്നപ്പോ അവരോട് K4 കണക്ഷൻ എവിടെ കിട്ടാണ്. കാരണം ഗൾഫിൽ നിന്ന് വന്നാണ്. ഇപ്പൊ ഗൾഫിൽ ഇരിക്കുന്ന ആള് ചോദിക്കുന്നുണ്ട് K4 കണക്ഷൻ എങ്ങനെ കിട്ടും. നമ്മൾ വിചാരിച്ചത് നടക്കാത്തൊരു സാധനമാണ്. K4 വളരെ വേഗതയോടുകൂടി ഇന്റർനെറ്റ് സൗകര്യത്തോടുകൂടി എല്ലാ വലിയ വൻകിട കോർപ്പറേറ്റ് കമ്പനികളും നൽകുന്ന അതേ പ്രാധാന്യത്തോടെ, അതേ സൗകര്യത്തോടെ, അതേ വേഗതയിൽ ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന K4 നമുക്കുണ്ട്. അപ്പൊ കേരളത്തിന് തനതായ ഒരു വികസന മാതൃക പിന്തുടരാൻ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്, പ്രത്യേകിച്ച് പിണറായി സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണല്ലേ നമ്മുടെ വർത്തമാനവും. എനിക്ക് ഇത് സമൂഹം മനസ്സേറ്റെടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ്. അത് ഇപ്പം എല്ലാ കാലഘട്ടത്തിലും വിമർശനങ്ങളും വിവാദങ്ങളും സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഒരു വളരെ അടിത്തട്ടിലുള്ള ഒരു ജനത്തിന്റെ മനസ്സെടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മള് സോഷ്യൽ മീഡിയയിൽ പോണ ഒരു പോള്, പിള്ളേരെ കൊണ്ടുപോകുന്ന പോള് നോക്കിക്കഴിഞ്ഞാല് ഒട്ടുമിക്ക ആളുകളും യുവജനങ്ങൾ കൃത്യമായി ആത്മാർത്ഥമായി ഇടപെടുന്നതാണ്. യുവജനങ്ങളുടെ ഈ അടുത്ത് കണ്ടൊരു സാധനം കണ്ടിട്ടുണ്ടായിരുന്നല്ലോ, രാജീവ് ചന്ദ്രശേഖരന് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുള്ള ഒരു 3-4 യുവാക്കൾ പറയുന്നൊരു പോയിന്റ് ഉണ്ട്. ഡേറ്റ അതിനെപ്പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പം വിദ്യാഭ്യാസ മന്ത്രി മൊബൈൽ ഡാറ്റയാണോ എന്ന് ചോദിക്കും, അത്ര വിവരമേ ഉള്ളൂ. അപ്പൊ അത് ഒക്കെ മാറി യുവാക്കൾക്ക് പറ്റിയൊരു അവസ്ഥയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വികസനം നടക്കണം എന്നുണ്ടെങ്കിൽ രാജീവ് ചന്ദ്രശേഖരനെ പോലുള്ള ആളുകൾ മുന്നോട്ട് വരണം എന്നുള്ളതാണ്. പക്ഷെ അപ്പൊ മുമ്പ് പറഞ്ഞ സാധനം എടുക്കേണ്ടി വരും. ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് കുറയുന്നത് യൂത്ത് പുറത്തോട്ട് പോകുന്നത് കൊണ്ടാണെന്ന് പറഞ്ഞ മനുഷ്യനാണ്. അപ്പൊ എങ്ങനെയാണ് ഈ പോയിന്റ്? അപ്പം നമ്മളുടെ മുമ്പിലുണ്ട് ഈ പറയുന്ന സംഭവങ്ങൾ മൊത്തം. അതൊക്കെ ഒരു സാധനത്തിന് ആൻസർ പറയാനോ പറ്റാത്ത ആളുകളാണ് കേരളത്തിന്റെ വികസനത്തിനെ പറ്റിയിട്ട് കേരളത്തിനെതിരെ പറയുന്ന ആളുകളായി മാറും. നമുക്ക് അത് പറഞ്ഞത് എനിക്കൊരു വളരെ ഒരു വിഷയമായി തോന്നിയത്, പലപ്പോഴും വിഷയമായി തോന്നിയത്, ഈ കേരളത്തിലെ മനുഷ്യന്മാരുടെ ഒരു സ്വഭാവമുണ്ട്. എങ്ങനെയുണ്ട് സുഖല്ലേന്ന് വെച്ചാൽ എന്താ പറയാ, ഒരുവിധം ഒത്തുപോകുന്നു അല്ലേ. ഈ ഒരു സാധനമാണ് നമുക്ക് എത്രയൊക്കെ കിട്ടിയാലും, എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടായാലും, എന്തൊക്കെ മുന്നേറിയാലും നമുക്ക് സമ്മതിക്കാനൊരു മടിയാണ് അല്ലേ പൊതുവെ. അത് എനിക്ക് അങ്ങനെ തോന്നിയ, ഞാനത് ക്രിറ്റിസിസമായിട്ട് പറയല്ല. നമുക്ക് പലപ്പോഴും അപ്പൊ നമ്മൾ കേരളത്തിന്റെ, ഞാൻ പല വേദികളിൽ നിന്നും നമ്മൾ കേരളത്തിനെ ഇകഴ്ത്തിയിട്ടാണ് സംസാരിക്കുക. ഈ കേരളം നമ്പർ 1 എന്ന് പറയുന്നത് അത് പറഞ്ഞു പറഞ്ഞ ആളുകൾ നമ്പർ 1 അത് പരിഹാസിക്കുന്ന ആളുകൾ വരെയാണ്. സത്യത്തിൽ നോക്കൂ, നിങ്ങൾ ഏതൊക്കെ കാര്യത്തിൽ കേരളം നമ്പർ 1 ആണ്? നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞു, ഏതൊക്കെ കാര്യം? അതിദാരിദ്ര്യ മുക്തമാക്കി നമ്മൾ. പിന്നെ നമ്മളുടേതായിട്ടുള്ള ബാങ്ക്, നേരത്തെ പറഞ്ഞ പോലെ ഫോണ്, വിദ്യാഭ്യാസം, ആരോഗ്യം. വിദ്യാഭ്യാസത്തിലൊക്കെ പിള്ളേരൊക്കെ ശിവൻകുട്ടി ഫാനാണല്ലോ. അപ്പൊ പിന്നെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയത്, പിന്നെ UN 2030 ലോകത്ത് സുസ്ഥിര വികസന ലക്ഷ്യം അച്ചീവ് ചെയ്യണം തീരുമാനിച്ചു. സുസ്ഥിര വികസന ലക്ഷ്യത്തിന് 17 ഗോളാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ആ 17 ഗോള് നടപ്പാക്കുന്ന ലോകത്ത് കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനം ശ്രദ്ധിക്കപ്പെടുക. ആ ഗോള് സെറ്റ് ചെയ്യുന്നതിൽ ഇന്ത്യയിൽ നമ്മളാണ് മുന്നിൽ ഒന്നാമതാണ്. അത് ജനങ്ങളെ, മനുഷ്യന്റെ വ്യക്തി ജീവിതത്തെ ബാധിക്കുന്നതാണ്, പ്രകൃതിയെ ബാധിക്കുന്നതാണ്. ലോകതലത്തിൽ ചർച്ച ചെയ്ത് ഈ 17 ലക്ഷം, അതിന്റെ ദാരിദ്ര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിൽ വരുന്ന തൊഴിലാളി വരുന്നതാണ്. നമ്മുടെ കാർബൺ ന്യൂട്രൽ എന്ന് പറയുന്ന കൺസെപ്റ്റ് അതിൽ വരുന്നതാണ്. ക്ലൈമറ്റ് ചേഞ്ച് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും എല്ലാം അഭിസംബോധന 17 കാര്യങ്ങൾ നടപ്പിലാക്കുന്ന പ്രക്രിയയിൽ കേരളം ഇന്ത്യക്ക് മാതൃകയാണ്. ലോകത്ത് ശ്രദ്ധേയമായ സ്ഥാനം അക്കാര്യത്തിൽ നേടിയിട്ടുണ്ട്. അതില് സത്യത്തിൽ നമുക്കൊക്കെ മലയാളിക്ക് അഭിമാനിക്കാവുന്നതാണ്. ഇത് ഇടതുപക്ഷക്കാരന്റെ അഭിമാനമല്ല,
ഒരു മലയാളിയുടെ അഭിമാനമായി മാറേണ്ടതാണ്. അത് എനിക്ക് തോന്നുന്നു ഈ ഇലക്ഷൻ കാലത്തൊക്കെ ഏറ്റവും നന്നായി ചർച്ച ചെയ്യപ്പെടേണ്ടുന്ന വിഷയങ്ങളിൽ ഒന്നാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നമ്മളിപ്പം പറയുകയാണെങ്കിൽ ഇതൊന്നുമല്ല, ഇതിലും ഏറ്റവും ഒരു മനുഷ്യന്റെ കൂടെ നിൽക്കുന്നു എന്നുള്ളൊരു സാധനമല്ല, ഒരു മനുഷ്യത്വമാണ്. ഇപ്പം നമ്മൾ പറയാം, ഇപ്പൊ സൈക്കോളജിക്കലി പറയുകയാണെങ്കിൽ എമ്പതറ്റിക് ആണ് മനുഷ്യർ. നമ്മളെപ്പോഴും പറയും സിമ്പതി അല്ല, എമ്പതിയാണ് വേണ്ടത്. ഇപ്പം എമ്പതറ്റിക് ആയിട്ട് മനുഷ്യർക്ക് മാറാൻ പറ്റുക എന്ന് പറയുന്നത് വലിയ പ്രശ്നമുള്ള കാര്യമല്ല. പക്ഷെ എമ്പതറ്റിക് ആയിട്ട് ഒരു ഭരണകൂടത്തിന് മാറാൻ സാധിക്കുക എന്ന് പറയുന്നത് അത്ര ചെറിയൊരു കാര്യമൊന്നുമല്ല. അത് നമ്മളെ ചൂടൽമലയുടെ ആവശ്യം ഇത്രയും ദീർഘവീക്ഷണത്തോടു കൂടി ചെയ്യാൻ സാധിക്കുന്ന, അത് ഞാനൊന്നും പോയി കണ്ടിട്ടില്ല, നമുക്ക് കാണണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന, പക്ഷെ കണ്ട ആളുകൾ പറഞ്ഞത് വെച്ച് നമുക്ക് നോക്കുമ്പോൾ അത്രയും ആളുകൾക്ക് ഒരു ഗ്രാമത്തിനെ മൊത്തം പുനഃസൃഷ്ടിക്കാമെന്ന് പറയുന്നത് ഒരു ചെറിയ സംഭവം.